റബ്ബർ കൃഷി ആദായകരമല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കർഷക സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് റബ്ബർ കൃഷിയെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ പരമാവധി ആദായം നമുക്ക് എടുക്കാമെന്നുള്ള ഒരു വേറിട്ട കാഴ്ചയാണ് നമുക്കിവിടെ കാട്ടുമറ്റത്തിൽ ശ്രീ KK വർഗീസ് അവർ ചെയ്യുന്നത്. അദ്ദേഹത്തോട് നമ്മൾ വിശദീകരിക്കുന്നു. റബ്ബർ വെച്ച് ഒരു 4 വർഷം കഴിയുമ്പോഴേ റബ്ബറിൻ്റെ ചുവട്ടിൽ നിന്ന് 2 അടി മാറ്റിക്കൊടി റബ്ബറിൻ്റെ വേര് പൊട്ടാത്ത പോലെ ചെറിയ കുഴി വെട്ടി കുരുമുളക് ഇത് വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് കുറേ വളർന്നു കഴിഞ്ഞ് റബ്ബർ വെട്ടാവുന്ന പോലെ കൊടി ഇങ്ങനെ കുറച്ച് മാറ്റി ഒരു കമ്പ് കുത്തി കൊടുക്കാവുന്ന പോലെ ആയിരിക്കണം മേളിലോട്ട് കെട്ടണം. ചുവട്ടിൽ നിന്ന് കെട്ടിക്കയറാതിരിക്കും. അത് കഴിഞ്ഞാൽ റബ്ബറിനിടുന്ന വളവും കരികിലെ ഇത് മാത്രം മതി. പ്രത്യേകിച്ചൊരു വളമൊന്നും കുരുമുളക് ചെടിക്ക് വേണ്ട. നല്ല ആദായമാണ് കിട്ടുന്നത്. ഇപ്പം ഞാൻ ഒരു 100-150 റബ്ബറിനകത്ത് ഇതിരിക്കുന്നത്. എല്ലാം എനിക്ക് വളരെ നല്ലതായിട്ട് കിട്ടുന്നു. ഈ വർഷവും എനിക്ക് കുറേ നല്ല രീതിയിലുള്ള കുരുമുളക് ആദായം കിട്ടി. റബ്ബറും വെട്ടുന്നുണ്ട്. ഈ റബ്ബർ തന്നെയല്ല ഇതിൻ്റെ ആദായങ്ങൾ. മുഴുവൻ ലൈൻ എടുത്ത് റബ്ബറിന് ഒരു പ്രത്യേക ലൈനും കാപ്പി മുഴുവൻ ഇടകലർത്തി കംപ്ലീറ്റ് കാപ്പി വെച്ചിരിക്കും. എനിക്ക് 3 ആദായം വന്നത്. റബ്ബറിൻ്റെ ആദായം, കുരുമുളകിൻ്റെ ആദായം, കാപ്പിയുടെ ആദായം. കുരുമുളകിനും കാപ്പിക്കും പ്രത്യേകിച്ച് ഒരു പണിയില്ല. കിട്ടുന്നത് ലാഭമാണ്. വളരെ ആദായകരമായിട്ടുള്ള തെങ്ങിൻ്റെ അകത്താണ് കാപ്പി വെച്ചിരിക്കുന്നത്. പണി വളരെ കുറവാണ്. കാപ്പിക്കുരു മാത്രം ഭയങ്കര ആദായകരമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ തെങ്ങേല് കൊടി ഇട്ടിരിക്കുന്നത് തേങ്ങായി കൊണ്ട് കൊടി വളരെയേറെ ഇതായിട്ട് കഴിക്കുന്നുണ്ട്. കുരുമുളക് നല്ല രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട് എല്ലാ വർഷവും.